ചോട്ടാ മുംബൈയിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിഞ്ഞല്ലോ ആനന്ദഭദ്രവും ചോട്ടാ 2005-ലാണ് 2007-ലാണ് ചോട്ടാ മുംബൈ വരുന്നത്. ചോട്ടാ മുംബൈ കഴിഞ്ഞ് അൻവർ റഷീദിന്റെ കൂടെ അല്ല അതിന് മുമ്പ് രാജമാണിക്യത്തിലും അഡ്വക്കേറ്റ് ആയിട്ട് കേരള കഫേ വരുന്നുണ്ട്. തുടർച്ചയായി 3-4 സിനിമ ചെയ്തല്ലോ. ഇതുവരെ ഉണ്ടായിരുന്നു ഉസ്താദ് ഹോട്ടൽ വരെ ഉണ്ടായിരുന്നു. ആ അസോസിയേഷൻ എങ്ങനെ? കാരണം ഒരു പുതിയ ആള് ഡയമണ്ട് നെക്ലസ് അല്ല അതിലുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ ബാംഗ്ലൂർ ഡേയ്സ്. അതിലൊരു എന്നുവെച്ചാൽ പുതിയൊരു ആളുകൾ വരുമായിരുന്നല്ലോ. സിനിമ അപ്പോഴേക്കും മാറുകയാണ്, ഇവരൊക്കെ ചെയ്യുന്ന സിനിമകൾ വരുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു സൗഹൃദത്തിൽ നിന്ന് മാറി ഇവരിലോ? അല്ല, സൗഹൃദം വെച്ചാൽ വളരെ മിടുക്കനും നല്ല സുഹൃത്തുമാണ് അൻവർ റഷീദ്. അൻവർ റഷീദ് നമുക്ക് എന്താ പറയുക, ചക്കരക്കുട്ടൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരാളാണ് അൻവർ റഷീദ്. അപ്പോൾ അൻവർ റഷീദിനും രാജമണി കഴിഞ്ഞപ്പോഴേ ഞാൻ മോഹൻലാൽ വെച്ചൊരു പടം ചെയ്യണമെന്ന് പുള്ളി സമ്മതിച്ചു. മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പർ ബമ്പർ ബെഡ ഹിറ്റ് എടുത്ത ഡയറക്ടർ പടമല്ലേ, പുള്ളി അപ്പോഴത്തേനും സമ്മതിച്ചു. എന്നാലും ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു കഥ പറഞ്ഞാൽ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചോട്ടാ മുമ്പേ സംഭവിക്കുന്നത്. ഇപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു സീൻ ചെയ്യണമെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾ എൻ്റെ പാവാട കണ്ടു നോക്കണം. പാവാടയിൽ ഒരു സീനുള്ളത് ചെയ്യുന്നത് അതിനകത്ത് സായി കുമാറാണ് അച്ഛനായിട്ട് 2 സീന്. അങ്ങനെ എല്ലാത്തിനും ആർട്ടിസ്റ്റ്. ഇപ്പം അങ്ങനെയല്ല, ഹീറോയിൻ പോലും പ്രശ്നമില്ല, ബാക്കിയെല്ലാം പുതുമുങ്ങളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ട്രെൻഡിലോട്ട് എത്തിയിട്ടുണ്ട് ലോക്കലായിട്ടുള്ള ആൾക്കാർ എല്ലാം തന്നെ. ഡ്രൈവിംഗ് ലൈസൻസിലെ ഇപ്പൊ സൈജു കുറുപ്പ് കോമഡി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിലെ അൾട്ടിമേറ്റ് പുച്ഛം അത് ഭയങ്കര ഒരു ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് പുച്ഛം എനിക്ക് വന്ന് 2.7 മില്യൺ അതിന് വ്യൂ ഉണ്ട്. അതിന് ആടിന്റെ ശേഷം ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സാധനമാണ് ജോണി പെരിങ്ങോട്. സച്ചി സാർ നമുക്ക് ഇനി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടില്ല അല്ലെ, അങ്ങനെ ഒരു എഴുത്തൊരു സംവിധാനവും കിട്ടില്ല എന്നുള്ളത്. അതേപോലെ ജീൻ സച്ചി കോമ്പിനേഷനിൽ വരുന്ന ഒരു സാധനമായിരുന്നു ജോണി പെരിങ്ങോടിന്റെ ചെയ്യുമ്പോ. കാരണം ആ കയറി വരുന്നോട്ടുള്ള സീനുകൾ മൊത്തം സജിയുടെ കയ്യിലാണ്. അത് ഓർക്കണുണ്ടോ? അത് ചെറിയ ചെറിയ ഇംപ്രൂവൈസേഷൻസ് കണ്ടിട്ട് ഈ അൾട്ടിമേറ്റ് പുച്ഛമൊക്കെ ആക്ച്വലി ജീന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അത് ഡബിംഗിൽ ഇട്ടോ ഡബ് ചെയ്യുന്ന സമയത്ത് ലാൽമീഡിയയില് ജീൻ കൺസോളിൽ ഇരിപ്പുണ്ട്. അപ്പൊ ജീൻ എന്നോട് പറഞ്ഞ്, സൈജു അവിടെ 4 സ്ഥലത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്, അപ്പം ഇത് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് തന്നെ കാണിക്കും, ഇവിടെ പുച്ഛം, അടുത്തത് ഇവിടെയും പുച്ഛം, മറ്റേവർക്കും പുച്ഛം, ലാസ്റ്റ് അൾട്ടിമേറ്റ് പുച്ഛം പൃഥ്വിരാജിന്റെ പാസിങ് കഴിഞ്ഞിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഡബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീനോട് പറഞ്ഞു, ജീൻ ഇത് വർക്കൗട്ട് ആവും, വെച്ചാൽ ഒന്നും ലിപ്പില്ല, നമ്മളത് പറഞ്ഞത് വർക്കൗട്ട് ആവും. അപ്പൊ പുള്ളി പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് കണ്ടു നോക്കാം ലാസ്റ്റ് മൊത്തം പടം, എന്നിട്ട് അത് വർക്കൗട്ട് ആണെന്നില്ല ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ, ഇപ്പൊ അതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് ഓൺ ലൊക്കേഷൻ പറയാത്ത കാരണം ഇതിപ്പോ ഞാൻ ഒരു പ്രാവശ്യം ഡബിങ്ങിൽ പുള്ളി പറഞ്ഞു ഞാൻ ഇട്ടു, ഞാനിത് മറന്നുപോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പടം റിലീസാവുന്നത് ഡബ് കഴിഞ്ഞിട്ട്. രാവിലത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കോതമംഗലത്ത് ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. രാവിലെ 10 മണിയുടെ ഷോ 12 മണിക്ക് കഴിഞ്ഞ് എനിക്ക് ആദ്യം ഒരു മെസ്സേജ് വന്നു വാട്സാപ്പിൽ, പുച്ഛം എന്ന് പറഞ്ഞുകൊണ്ട് 2 ചിരിക്കുന്ന സ്മൈലി ഉണ്ട്. അപ്പൊ പടം വന്ന് എൻ്റെ ഇതാണ് റിലീസായിരിക്കുന്നത്. പുച്ഛം എന്ന് പറഞ്ഞു. ഞാൻ ഈ പുച്ഛം മറന്നുപോയി. ഞാൻ ഓർത്തത് എന്നോട് എൻ്റെ ക്യാരക്ടറിനോടുള്ള പുച്ഛമാണ്. പക്ഷെ ഇതെനിക്ക് വളരെ പരിചയമുള്ളതാണ്. അയാൾ അങ്ങനെ പറയാൻ വഴിയില്ല, എന്നോട് മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ വഴിയില്ല. അടുത്തൊരു മെസ്സേജ് അൾട്ടിമേറ്റ് പുച്ഛം എന്ന് പറഞ്ഞു. ഞാൻ മറന്നു. ഞാനിപ്പം നമ്മുടെ ലിസ്റ്റിന്റെ ഒരു കസിൻ ഉണ്ട്, അപ്പം പുള്ളിയെ വിളിച്ചു ഞാൻ. അപ്പൊ പുള്ളി റിലീസിന്റെ 2-3 ദിവസം മുമ്പ് പടം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഗംഭീരമായിട്ടുണ്ട്, ചേട്ടൻ്റെ ഇത് ഭയങ്കര എന്താണ് ഇത് റിവ്യൂസ് കിട്ടുന്നു ഈ പടത്തിന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ പുച്ഛം എന്ന് 2-3 മെസ്സേജ് ചെയ്ത് എന്താ സംഭവം, ചേട്ടൻ ഓർമ്മയില്ലേ മറ്റേ ഡബിങ്ങിൽ ഇട്ടത്? ഓ അതാണല്ലേ സമാധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ഏറ്റവും അധികം അൾട്ടിമേറ്റ് പുച്ഛം ഇതാണ് പറയുന്നത്. അതുപോലെ ഇപ്പൊ അടുത്ത് തസ്നീഖാൻ ചേച്ചിയെ കണ്ടിട്ട് കന്യകാമേനോ ഞങ്ങളുടെയൊക്കെ ഒരു ടീനേജിൽ വന്ന പടം അത്. കുറെ പേര് അതിലൊക്കെ ഇപ്പോഴും പറയാറുണ്ട് റിലേറ്റബിൾ ആണ് ഷിബൂടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അന്ന് തുടക്കമല്ലേ, അപ്പം കുറച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യുമ്പോ ഉള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. തസ്നി ചേച്ചി കുറെ കമ്പാരിറ്റീവ്ലി സീനിയറും ആണ്. അപ്പൊ അന്ന് പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പുള്ളിക്കാരത്തി ഭയങ്കര സപ്പോർട്ടല്ലേ. പുള്ളിക്കാരത്തി മോനെന്നേ വിളിക്കുള്ളൂ. അയ്യോ എന്നിട്ട് ആ ക്യാരക്ടർ ചെയ്യും. അല്ല അതെ. അപ്പം പുള്ളിക്കാരത്തിനും മോനെ നീ ചെയ്യും, നീ തകർക്ക് എന്നൊക്കെ പറയും. ഉഗ്രം ക്യാരക്ടർ അല്ലേ. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബിൾസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം പടത്തില് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പൊ ഞാനൊരു തമിഴ് പടം ചെയ്യാൻ വേണ്ടി പോയി. അതൊരു 1.5 വർഷം ഉണ്ടായിരുന്ന കാരണം എനിക്ക് ചോദിക്കുമ്പോൾ പറയാൻ പടം ഉണ്ടായിരുന്നു. ആദിഭഗവാൻ എന്ന് പറഞ്ഞൊരു പടം. അത് 1.5 വർഷം എന്റെ ഷൂട്ട് നീണ്ടു നിന്നു.
ടോട്ടൽ അത് 3 വർഷം കൊണ്ട് ഷൂട്ട് ചെയ്ത പടമാണ് ജയം രവിയുടെ. അപ്പം അതിനുശേഷമാണ് VKP എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്, ഞാനത് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നൗ കംബാക്ക് അല്ല, എനിക്ക് ബ്രേക്കാണ് വേണ്ടത്. വെച്ചാൽ ഞാൻ കമ്മ് കഴിഞ്ഞു, അവിടെ ഞാൻ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പൊ കംബാക്ക് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആക്ടർ ഡൗൺ ആയിട്ട് പിന്നെയാണ് കംബാക്ക് ഉണ്ടാകുന്നത്. അപ്പൊ എനിക്ക് ബ്രേക്കാണ് വേണ്ടത്. അപ്പൊ ഇത് എന്റെ ബ്രേക്ക് ആയിരിക്കും. അപ്പൊ VKP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മുടെ ബ്യൂട്ടിഫുൾ ടീം, അപ്പൊ VKP ആയിട്ട് ഓൾറെഡി പരിചയമുണ്ട്, നമ്മുടെ ബ്യൂട്ടിഫുൾ ടീം വീണ്ടും ഒരു സിനിമയായിട്ട് വരുവാണ്, ദിസ് വിൽ മേക്ക് ഓർ ബ്രേക്ക് യുവർ കരിയർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിച്ചു തമാശക്ക്. അപ്പം ഞാനും ചിരിച്ചു. എന്നിട്ട് ഞാൻ അനൂപ് തന്നെ വിളിക്കും, ഉഗ്രൻ ക്യാരക്ടറാണ്, ഒരു ജേർണലിസ്റ്റിന്റെ ക്യാരക്ടറാണ്, നീ അത് നോ എന്നും പറയണ്ട, നീ ചെയ്യും. ഞാനെവിടെ നോ പറയാൻ. അങ്ങനെ അനൂപുമായിട്ട് സംസാരിച്ച് അനൂപ് ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തി. രാവിലെ അനൂപ് വന്നിട്ട്, അപ്പൊ ഈ അനൂപും ഈ പറഞ്ഞ പോലെ അന്ന് രാവിലെ എഴുതിത്തരുന്ന ആളാണ്, ഡയലോഗ് കൊണ്ട് തന്നു. ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷിബു 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 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ VKPയുടെ സംഭവിച്ചാൽ 2 ക്യാമറ വെച്ചിട്ട് പുള്ളി 6 പ്രാവശ്യം ഷോട്ട് ഒറ്റയടിക്ക് എടുക്കും. ഓരോ ഷോട്ടും 2 ക്യാമറ വെച്ച് എടുക്കും, മനസ്സിലായില്ലേ? അപ്പൊ 2 ആംഗിൾ കിട്ടും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും 2 പ്രാവശ്യം കൂടെ, അപ്പൊ 6 ഷോട്ട്. അപ്പൊ എന്തൊക്കെയാണ് മേജർ പരിപാടികൾ വേണ്ടത്, ഒരു ക്ലോസ് ഒരു വൈഡോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഈ ഒറ്റയടിക്കുള്ള പരിപാടിയിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. ചിലപ്പം സുമാരി ചേച്ചി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുമാരി ചേച്ചി അവിടെ ഡയലോഗ് പറയണം, ചിലപ്പോൾ ഇത് കേൾക്കൂല. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്തിട്ട് എല്ലാം ചെയ്യാം. ട്രിവാൻഡ്രം സ്ലാങ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഇതായെന്ന് വെച്ചാൽ ഞാൻ എന്റെ നോർമൽ മലയാളമാണ്, ഇപ്പം ഉണ്ടെങ്കിൽ അത് ചേർത്തല സംഭവമായിരിക്കും. ഇതെങ്ങനെ പറയും എനിക്കറിയാം, ഞാൻ പറഞ്ഞത് കൊളാവും. അനൂപ് എൻ്റെ അടുത്ത് വന്നിട്ട് ഷിബുള്ളേനായിട്ട് ഡയലോഗ് വായിച്ച് കേൾപ്പിക്കുന്നത് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ. അനൂപിന് നല്ലപോലെ അറിയാം, പുള്ളി അവിടുത്തുകാരനാണ്. അപ്പോൾ ഉടനെ അരുൺ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, അരുൺ എൻ്റെ പറഞ്ഞ്, സൈജു ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ, ഇത് പഠിച്ചാലും ചെയ്യും, ഇത് പുള്ളി പറഞ്ഞു കേട്ടോ, അത് ബ്രേക്ക് ആയിരിക്കും. എനിക്കാണെങ്കിൽ ഞാൻ വേർക്കുന്നു, മൂത്രമൊഴിക്കാൻ മുട്ടുന്നു വെച്ചാൽ മൊത്തം ടെൻഷനായി എനിക്ക്. അവിടെ ചെന്നിട്ട് അപ്പോൾ VKP ആണെങ്കിൽ പ്രോംപ്റ്റിങ്ങും അനുവദിക്കില്ല. പക്ഷെ ഗുണം എന്താണെന്ന് വെച്ചാൽ VKP കുറച്ച് സുഖിയനാണ്. പുള്ളി ആ ലൊക്കേഷന്റെ ആ ലൈറ്റിന്റെ ഒക്കെ ചൂടിന്റെ അടുത്തൊന്നും ഇരിക്കില്ല. പുള്ളി മോണിറ്റർ വെച്ചിട്ട് തൊട്ടപ്പുറത്തെ റൂമിൽ മറ്റേ കൂളറൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ആക്ഷൻ പറയുള്ളൂ. അപ്പൊ ഞാൻ വാവ കൊട്ടാരക്കര എന്ന് പറഞ്ഞ അസോസിയേറ്റ് വാച്ചന്റെ പറഞ്ഞേ, ചേട്ടാ VKPയുടെ അറിയാമല്ലോ, പുള്ളി അപ്പുറത്തിരിക്കുകയാണ്, പുള്ളി കേൾക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്തോ എനിക്ക് വേണ്ടി. ഇല്ല സജീവ് പ്രശ്നമാവും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ പേര് പറയുക, ഓക്കെ ഞാൻ VKPയെ സമാധാനിപ്പിച്ചോളാം. ചില VKP ആയിട്ട് എനിക്ക് എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പുള്ളി പതുക്കെ പ്രോംപ്റ്റ് ചെയ്ത് തരും. എന്നിട്ട് ഇത് ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിലാന്നുള്ള എൻ്റെ വിചാരം, പക്ഷെ അത് ട്രിവാൻഡ്രം സ്ലാങ് ഒന്നും ആയിരുന്നില്ല. അത് ഞാൻ പൈലറ്റ് പിന്നെ ലാസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ 3.5 ദിവസം കൊണ്ട് ഇത് ഡബ് ചെയ്തത്. അപ്പൊ നന്ദു ചേട്ടൻ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നന്ദു ചേട്ടനെ പിടിച്ചിരുത്തി, ചേട്ടാ ഒന്ന് സഹായിക്കും. കൊച്ചുറോയും ചേട്ടൻ വന്നപ്പോഴത്തേക്കും പുള്ളിയെ പിടിച്ചിരുത്തി കുറച്ച് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ വിനയ് ഗോവിന്ദ് അവരൊക്കെ ആയിരുന്നു അസോസിയേറ്റ്സ്. അപ്പൊ അവർ പറഞ്ഞു തരുന്ന രീതി ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോയി. എന്നെ ഒരു ദിവസം ജയസൂര്യ വിളിച്ചു, സൈജു ഞാൻ കണ്ടു സൈജുവിൻ്റെ ഡബിങ്. സൈജു ആ ക്യാരക്ടറിൽ കോമഡി ഓൾറെഡി ഉണ്ട്, സൈജു നോർമലായിട്ട് സൈജുവിൻ്റെ ലാംഗ്വേജിൽ ഡബ് ചെയ്താൽ മതി, ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കണ്ട, അതിനകത്ത് കോമഡി ഉണ്ട്, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അപ്പം VKP ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു VKP അത് റീഡബ് ചെയ്യണോ? എടാ അത് എനിക്കത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്ന് അനൂപ് ഒന്ന് കാണട്ടെ. എന്നിട്ട് പക്ഷെ ഞാൻ എൻ്റെ മൈൻഡ് മേഡപ്പ് ചെയ്തു, ഇത് ഞാൻ മാറ്റാൻ പോകുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി 8 മണിക്ക് പോയിട്ട് 11:30 വരെ ഡബ് ചെയ്തിട്ട് മൊത്തം, അതായത് 3.5 ദിവസം കൊണ്ട് തീർത്തത് ഞാൻ ഈ 8 മണി തൊട്ട് 11:30 മണി കൊണ്ട് ഞാൻ നോർമലായിട്ട് ചെയ്ത് തീർത്തു. എടാ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡേ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ കുഴപ്പമില്ല, ആണെന്നുള്ളത് ഞാൻ തന്നെ ആക്കി. പിന്നെ ചേച്ചിക്ക് ഒരു ചെറിയൊരു സാധനം, പിന്നെ അവിടെ ഇദ്ദേഹത്തിന് ഞാൻ കോര സാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്, അപ്പൊ ഞാൻ അണ്ണാന്നാക്കി. അപ്പൊ അങ്ങനെ ഈ സാധനങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ. ആൻഡ് യു വോണ്ട് ബിലീവ്, സന്ദീപ് സെന്നില്ലേ പ്രൊഡ്യൂസർ, സന്ദീപ് എന്റെ നല്ല ഫ്രണ്ടാ. സന്ദീപ് ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടിട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ട്രിവാൻഡ്രം സ്ലാങ് ആണല്ലോ. എനിക്ക് സമാധാനം, ട്രിവാൻഡ്രം ആളാണ് എന്നോട് പറയുന്നത്. അത് എന്തോ ദൈവത്തിനാണ്. എനിക്ക് ആ സമയത്ത് ബ്രേക്ക് കിട്ടണം, എന്റെ സമയം ആ സമയത്ത് തെളിഞ്ഞിരുന്നു.